ഹായ് ഗൈസ്, ഇന്നൊരു ചെറിയ സ്മോൾ ഡേ ഇൻ മൈ ലൈഫാണ്. വെക്കേഷൻ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇട്ടില്ല, എടുത്തു വെച്ച വീഡിയോ വെച്ച് എല്ലാം കൂടി ചേർത്തുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും ഇന്നത്തെ അല്ല, കുറച്ച് ദിവസം മുമ്പ് എടുത്ത ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ എണീറ്റത് ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവും. വെക്കേഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായും എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല, നേരത്തെ എണീക്കണം നല്ല കുട്ടികളുണ്ടാവും. പക്ഷെ ഞങ്ങൾ 10:30 ഒക്കെ ആയിട്ടാണ്, 9:30 ആയിരുന്നു ഇതിന് മുമ്പ് കഴിഞ്ഞ വെക്കേഷനൊക്കെ. ഇപ്രാവശ്യത്തെ വെക്കേഷൻ 1 മണിക്കൂറും കൂടി വൈകി, 10:30-11 മണിയായിട്ടാണ് എണീക്കലൊക്കെ. 11 മണിയാവില്ല, 10:30 മാക്സിമം, 10:30 കടക്കില്ല. ആ ഒരു സമയത്തിനുള്ളിലാണ് എണീപ്പൊക്കെ. എണീച്ച് കഴിഞ്ഞപ്പോൾ നേരെ അമ്മ നാളികേരം ചിരകാനും ഒക്കെ ഉള്ള വർക്കുകളൊക്കെ തന്നു. അത് കഴിഞ്ഞ് പല്ല് തേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബുക്കൊക്കെ വായിക്കാമെന്ന് വെച്ച് കുറച്ച് നേരം ഇരുന്ന് കുറച്ചൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വീണ്ടും കൈപ്പയ്ക്ക നന്നാക്കാനൊക്കെ തന്നു. പിന്നെ തുണികളൊക്കെ മടക്കി വെച്ചു. അങ്ങനെയൊക്കെ ഓരോ പരിപാടികളെല്ലാം കൂടി ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ, ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഭയങ്കര സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ. ഞാനൊരു വീഡിയോ ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചതാണ്, പിന്നെ മടിയായിട്ട് ഇടാണ്ടിരുന്നതാണ്. ഇനി എന്തായാലും ഇടണം, എല്ലാ ദിവസവും ഇടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. നാളെയാണല്ലോ വിഷു, ഇന്നാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന 2 ബുക്ക് ഞാനിവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തുടങ്ങിയിട്ട് ഭയങ്കര റീഡിങ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മടിയായിട്ട് വായിക്കുന്നൊന്നുമില്ല. ആ ഒരു ഇൻട്രസ്റ്റൊക്കെ പോയി. ഇപ്പോൾ TV കാണുന്നത് തന്നെയാണ് നേരം പണി. എൻ്റെ ഓരോ ദിവസവും ഓരോ കണക്കാണ്. ഈ ഡേ ഇൻ മൈ ലൈഫിലെ ദിവസം ഞാൻ അമ്മയുടെ ഒപ്പം കിച്ചണിൽ ഹെൽപ്പ് ചെയ്യലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. സോപ്പിട്ട് കഴുകാൻ ഇട്ടിട്ട് പോവുക. അതാണോ? അപ്പോൾ ഗൈസ്, ഉച്ചയ്ക്ക് മീൻ വറുത്തത് മീൻകൂട്ടാനൊക്കെ ആയിരുന്നു കറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്കൊന്ന് റൗണ്ട് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട്. പിന്നെ എല്ലാവരുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? ശരിക്കും വലിയ പ്രതീക്ഷയിൽ വന്നിട്ടുള്ള വെക്കേഷനായിരുന്നു, പക്ഷേ എന്തോ പോലെ ഒരു തകരാറ് പോലെയാണ് പോകുന്നത് വെക്കേഷൻ. എനിക്കറിയില്ല എന്താണെന്നുള്ളത്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടാൻ വിചാരിച്ചതാണ്. പിന്നെ SSLC എക്സാം എല്ലാതും കൂടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇത്രയും ദിവസം ലേറ്റ് ആയതുകൊണ്ട് നീട്ടണ്ടാന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഇതിലാണ് ഇടാണ്ടിരുന്നത്. കുഴപ്പമില്ലെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും അടുത്തതൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൾറെഡി വെക്കേഷൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. പക്ഷെ അതൊക്കെ കയ്യിൽ നിന്ന് പോയി, മടിയായിട്ട് ഇടാൻ മടിയായിട്ട്. ഫുള്ള് മടിയുടെ ഒരു ടൈം പീരീഡ് വെറുതെ വേസ്റ്റായി പോയതാണ് ഇത്രയും ദിവസങ്ങൾ. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വല്ല ഡാൻസിനോ പാട്ടിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ പോയതുകൊണ്ടൊരു ഉപകാരമായിട്ടുണ്ടാവും. അപ്പോൾ ടാറ്റാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എന്തായാലും ആരും പോകല്ലേ. ടാറ്റാ, ബൈ.